ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു കൈതച്ചക്ക കിച്ചടിയാണ്. കിച്ചടി അതെങ്ങനെയാണ് അമ്മ വെക്കുന്നതെന്ന് കാണിക്കാം. ഇനി കൈതച്ചക്ക മുറിച്ചിട്ട് ചെത്തിയെടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെത്തിയെടുക്കാം. പിന്നെ ഇങ്ങനെ നമുക്ക് കണ്ടിച്ചെടുക്കണം. നമുക്കിതും കൂടെ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ കൈതൊക്കെ അരിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കപ്പിന് ഒരു കപ്പുണ്ട്. ഒരു കപ്പുണ്ട്. ഇത് വലിയ കപ്പ. അമ്മ ഒരു കപ്പിന് അളന്നെടുത്തത്. ഒരു കപ്പ് 250 മില്ലി കപ്പിന് ഒരു കപ്പ് കൈതച്ചക്കയുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിനകത്തിടാം. 2 പച്ചമുളക് എടുത്തു. ഇനി നമുക്കിത് കഴുകി വാരി ഒരു ചട്ടിയിലോട്ടാക്കാം. നമുക്ക് ഇനി കൈതച്ചക്ക ചട്ടിയിലോട്ടിടാം. നമ്മൾ ചട്ടിക്കകത്താ വെക്കുന്നത്. കുക്കറിലും വെക്കാം. ഇനി അതിനകത്തോട്ട് 2 പച്ചമുളക് അരിഞ്ഞത്. നമുക്കിനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് 1 സ്പൂണ്. ഒരു കപ്പ് വെള്ളം. ഇനി ഇത് നല്ലതായിട്ട് വേകട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനൊരു അരപ്പ് ശരിയാക്കി എടുക്കാം. നമുക്ക് എടുത്തേന് നമുക്കൊരു അരപ്പ് ഇതിനെടുക്കാം. അതിനമ്മയുടെ അരമുറി തേങ്ങ ചിരവിയതെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ചെറിയ ജീരകം, ചെറിയ സ്പൂണിന് 1/2 സ്പൂണ്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചോണ്ട് വരാം. നമ്മുടെ തേണ്ട ചക്കയൊക്കെ നല്ലതായിട്ട് വെന്തിത്. നമ്മുടെ കൈതച്ചക്ക നല്ലതായിട്ട് വെന്തു. നമ്മുടെ കിച്ചടിയാണല്ലോ, അപ്പൊ നല്ലതായിട്ട് വേകണം. നമുക്കിനി അതിനകത്തോട്ട് ഈ അരപ്പ് ഒന്ന് ചേർക്കാം. അരപ്പ് ചേർത്ത് ഈ വെള്ളം ഒന്ന് കുറുകട്ടെ നല്ലതായിട്ട്. കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്ന പോലുള്ള കിച്ചടിയായത്. ഇത് പച്ചടിയല്ല അമ്മ വെക്കുന്ന, കിച്ചടിയാ. പച്ചടി വേറെ സൈസിലാണ് വെക്കുന്നത്. അതമ്മ ഇനി ഇടുന്നുണ്ടോ ഉടനെ ഒരു വീഡിയോ. നമുക്ക് ഇതിനകത്തോട്ട് തൈര് ഒഴിക്കാം. 1 കപ്പ് തൈര് എടുത്തേക്കുന്നതുണ്ട്. ആ തൈര് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. നല്ലവണ്ണം ഞങ്ങൾ തീ കെടുത്തിയേ. തീ ഇല്ലാതെ ഇപ്പൊ തൈര് ഒഴിച്ചേക്കുന്നേ. സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പുണ്ടോന്ന്. 1 സ്പൂൺ ഉപ്പ് ഇട്ടായിരുന്നു. ഇനി നമുക്ക് തൈരും എല്ലാം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട്, ഇല്ല ഇച്ചിരി ഉപ്പും കൂടെ ഒഴിക്കണം. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ വേണം. നമ്മൾ ശാല ഉപ്പും കൂടെ ഇടുക. നമുക്ക് ഇനി ഒന്ന് തീ കത്തിക്കാം. ഒരു ഇച്ചിരിയും കൂടെ ഇതൊന്ന് ചൂടാകണം.
ഈ സമയത്ത് നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇടാം ഇതിന്. അമ്മ 1.5 സ്പൂൺ പഞ്ചസാര ഇടണേ. 1.5 സ്പൂൺ കൂടി 1.5. നമുക്ക് ചക്കരയും ഇടാം അതിൻ്റെ കൂടെ. ഇത് വെള്ളരി കൈതച്ചക്ക വെക്കുന്ന കൂട്ടത്തിൽ നമുക്കൊരു കഷ്ണം ചക്കരയും കൂടി ഇട്ടാൽ അതിൻ്റെ കൂടെ വെന്തങ്ങ അതിന് ചേരും. പിന്നെ പഞ്ചസാര ആണേലും ഇടാം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. നമ്മുടെ കല്യാണത്തിനൊക്കെ നമുക്ക് ഈ പച്ചടി കിട്ടത്തില്ല, ഇതുപോലത്തെ പച്ചടി. എത്ര പച്ചടിയാ അമ്മ വെച്ചത്. പച്ചടിയല്ല, കിച്ചടി. അമ്മ പച്ചടി നമ്മൾ പറഞ്ഞതാ, കിച്ചടിയാണ്. മതി, നമുക്കിന് ചൂടായത് മതി, ചട്ടിയുടെ ചൂട് മതി. ഇനി നമുക്കൊരു കടുക് താളിക്കാം. അങ്ങോട്ട് ഇറക്കി വെച്ച് നമുക്കിനി 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ 1 സ്പൂൺ ഒഴിച്ചു. ഇനി നമുക്ക് 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. നല്ലവണ്ണം ചൂടാകട്ടെ. നമുക്ക് ഇതിനകത്ത് 1 സ്പൂണ് കടുകിടാം. അങ്ങനെ 2-3 ചുവന്നമുളക് മുറിച്ചിട്ടു. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി കരിവേപ്പില ഇടാം. നമ്മുടെ പച്ചടിക്കകത്തോട്ട് ഒഴിക്കാം. നമ്മുടെ കിച്ചടി നമ്മുടെ റെഡിയായി. നല്ലൊരു കൈതച്ചക്ക കിച്ചടിയാണ്. എല്ലാവരും വെച്ച് നോക്കണം. കല്യാണ സദ്യക്കൊക്കെ വെക്കുന്ന പോലെ അമ്മ വെച്ചേക്കുന്നത്. നമ്മുടെ പച്ചടി എല്ലാം റെഡിയായി. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ കൊച്ചു ചാനലൊന്ന് കാണണേ. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.